നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. പൊയ്ക്കുതിരക്കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാങ്കത്തിന് ഇക്കൊല്ലം തെക്കുംകര വിഭാഗം നേതൃത്വം നൽകും. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പോളക്കുളം നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര നിർവഹിച്ചു. കർഷകരുടെ സ്വപ്നങ്ങൾക്ക് പുതുജീവൻ നൽകി കേരള അഗ്രി സ്റ്റാർട്ടപ്പ് ശില്പശാല ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫിന് പിന്നാലെ തൃശൂരിൽ നടന്ന പരിപാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പുതിയ ട്രെയിൻ തൃശൂരിലെ ജനങ്ങൾക്കേറെ ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ ട്രെയിൻ സുഖകരമായ യാത്രയ്ക്കൊപ്പം തീർത്ഥാടന വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകും. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ വൈകിട്ട് 6:10 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് 6:50 തൃശൂരിലെത്തും. തിരിച്ച് തൃശൂരിൽ നിന്ന് രാത്രി 8:10 പുറപ്പെടുന്ന വണ്ടി 8:45 തിരിച്ച് ഗുരുവായൂരിലെത്തുന്ന രീതിയിലാണ് സർവീസ്. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്ന് യാത്രക്കാർ ഏറെ നാളായി ആവശ്യപ്പെടുന്നതായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. പൊയ്ക്കുതിരക്കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് തെക്കുംകര വിഭാഗമാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 17-നാണ് മച്ചാട് മാമാങ്കം. തിരുവാണിക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം 24-ന് വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ മച്ചാട് ഗ്രാമം ഒരുങ്ങി. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളവും ശ്രീഭൂതബലിയും മാമാങ്ക അലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങും നടക്കും. വൈകിട്ട് ചോറ്റാനിക്കര വിജയന്മാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം, ഫാൻസി വെടിക്കെട്ടും ആദിജ്വാല മാള അവതരിപ്പിക്കുന്ന വീരനാട്യവും ഉണ്ടാകും. ഫെബ്രുവരി 13-ന് രാത്രി നിയമാനുസൃതമായ കരിമരുന്ന് പ്രയോഗം, തുടർന്ന് കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അതിനുശേഷം മച്ചാട് മാമാങ്കത്തിന്റെ പറപ്പുറപ്പാട്. രാത്രി മെഗാ മ്യൂസിക്കൽ സ്റ്റാർ നൈറ്റും അരങ്ങേറും. മാമാങ്ക ദിവസം ഫെബ്രുവരി 17-നാണ്. രാത്രി 8-ന് വിജയ് യേശുദാസ് അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ്. 11 മണിക്ക് തായമ്പക, 11:30-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഹരിജനങ്ങളുടെ വേല. വാർത്താ സമ്മേളനത്തിൽ രഘു പാലിശ്ശേരി പ്രസിഡന്റ്, PK രാമചന്ദ്രൻ സെക്രട്ടറി, പ്രവീൺ മേലേതിൽ ട്രഷറർ എന്നിവർ പങ്കെടുത്തിരുന്നു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പോളക്കുളം നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രാജി ഗിരിജ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KP പ്രശാന്ത്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ AM അശോകൻ എന്നിവർ പങ്കെടുത്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള കുളങ്ങൾ, പൊതുകിണറുകൾ, ജലാശയങ്ങൾ മുഴുവൻ വീണ്ടെടുത്ത് ഈ നാടിൻ്റെ നന്മയ്ക്കായി, ഈ നാട്ടിലെ കുടിവെള്ളത്തിനെ നിലനിർത്തുന്നതിനും ഈ നാട്ടിലെ ഈ വെള്ളത്തിൻ്റെ നില എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു കാലഘട്ടം, കാലാവസ്ഥയുടെ വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി നാട്ടിൽ കുടിവെള്ളം കിട്ടാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കാരണം. ആ ഏതൊരു വ്യതിയാനം വന്നാലും ഈ നാട്ടിലെ വീണ്ടെടുപ്പിലൂടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആ നിലവാരം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയത്. പലയിടങ്ങളിലെ കുളങ്ങളുടെ വീണ്ടെടുപ്പിലൂടെയാണ് ആ പ്രദേശത്തിനകത്തുള്ള കുടിവെള്ളത്തിൻ്റെ നില നമുക്ക് താഴ്ന്നും പോകാതെ നിലനിർത്താൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക കുളങ്ങളും വളരെ വീണ്ടെടുത്ത് വളരെ ഭംഗിയായി നേരത്തെ രാജ്യത്തേക്ക് സൂചിപ്പിച്ച പോലെ വേസ്റ്റും മറ്റൊക്കെ എറിയുന്ന സ്ഥലങ്ങൾ മാറ്റി ആളുകൾക്ക് വന്നിരുന്ന് കുടിക്കാനും അതുപോലെ തന്നെ അവിടെ മറ്റ് നടക്കാനുമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതും വീണ്ടും തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കുറേ കാലമായി ഈ ഭരണസമിതി വന്ന കാലം മുതൽ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഈ പോളക്കുളം നവീകരണം എന്നത് ഇടയ്ക്കിടയ്ക്ക് പറയുകയും അടുത്ത് നമുക്ക് കാഴ്ചവെച്ച് അത് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നൊരു കാലമായി. തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു വലിയ തുക തന്നെ ഈ പോളക്കുളം നവീകരിക്കുകയും ആ കുളം ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രിയപ്പെട്ട കോൺട്രാക്ടർ ആ വർക്ക് എടുക്കുകയും അത് കഴിഞ്ഞ ദിവസം എഗ്രിമെന്റ് ചെയ്തു. നമുക്കത് ഏറ്റവും ഭംഗിയായി ഈ മഴ വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ ഈ കുളം സംരക്ഷിക്കണം
ഇഷ്ടംപോലെ വെള്ളമുള്ള കുളമാണ്. നമുക്ക് ഭാവിയിൽ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കുളമായതുകൊണ്ട് തന്നെ അത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും. മാടകേത്ര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുകുളങ്ങളും പൊതുകിണറുകളും എല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പൊതുകിണറുകളും കഴിഞ്ഞ 5 വർഷം കൊണ്ട് നവീകരിക്കുകയുണ്ട്. ഇനി നമുക്ക് പൊതുകുളങ്ങളാണ്, 2-3 കുളങ്ങൾ കൂടി നമുക്ക് നവീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ഫണ്ടും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MLA ഫണ്ട് എല്ലാം തന്നെ എല്ലാ പഞ്ചായത്തിലെ പൊതുജലാശയങ്ങളെല്ലാം ഏറ്റവും മനോഹരമായ രീതിയിൽ നവീകരിക്കാൻ വേണ്ടി കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കച്ചിത്തോട് ഡാം എങ്ങനെ കിടന്നിരുന്ന ഡാമാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന, ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമായി മാറി. 500ഓളം കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലമായി മാറി. ഇനിയിപ്പോൾ 3 കോടി രൂപ നമ്മുടെ പോളക്കുളം നമ്മുടെ പുല്ലുകുളം നവീകരണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിരുന്നു. അപ്പോൾ അതിന്റെ കടലാസൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. മിക്കവാറും ഈ മാസം തന്നെ ടെൻഡർ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മുടെ പുല്ലങ്കണ്ടത്തിലെ കറപ്പഞ്ചന ടെൻഡർ കൂട്ടിയ ചെലവിൽ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പൊതുകുളങ്ങളും പൊതുജലാശയങ്ങളും എല്ലാം തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ മാടകേത്ര പഞ്ചായത്ത് ഭരണസമിതി നടത്തും. തീർച്ചയായിട്ടും എല്ലാ നാട്ടുകാരും, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും അതോടൊപ്പം ഉണ്ടാവണം. ഇവിടെ പണിക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. കോൺട്രാക്ടറോട് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പണികളെല്ലാം അദ്ദേഹം പഞ്ചായത്ത് ചെയ്തോളും. പക്ഷെ എന്ത് സൗകര്യം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ നമ്മുടെ പഞ്ചായത്ത് പുഷ്പേച്ചി എന്നും പറയുന്ന കാര്യമായിരുന്നു. പുഷ്പേച്ചി അതിനെ ഓർത്തു പോവുകയാണ്. പുഷ്പേച്ചിയെ പ്രത്യേകമായി ഓർക്കുന്നു. ഫണ്ട് അനുവദിക്കാൻ വരുന്ന വിനയേട്ടനെ പ്രത്യേകമായി ഓർക്കുന്നു. ജില്ലാ പഞ്ചായത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന അശോകൻ പൂർണ്ണമായും ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതൊപ്പുണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പരിസരങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തായി അറിയിച്ചുകൊണ്ട് ഞാൻ വന്നു. നമ്മുടെ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് PS വിനയൻ ഇവിടുത്തെ വാർഡ് മെമ്പറായിരിക്കുന്നതുകൊണ്ട് PS വിനയനിൽ 40-45 ലക്ഷം രൂപ ഫണ്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ വാർഡ് മെമ്പർ പുഷ്പചന്ദ്രൻ്റെ നിരന്തരമായിട്ടുള്ളൊരു ഇടപെടൽ. അതിൽ കഴിഞ്ഞ ഭരണസമിതി കണ്ണി നമ്മുടെ ഇന്ദിരാ മോഹനൻ എന്നുള്ളവരുടെ ഒരു ഇടപെടലിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിത് ഈ നാട്ടിലെ ചിരകാല ഒരു അഭിലാഷമാണ് ഈ കുളം നവീകരിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ പല കുളങ്ങളും, ഇപ്പോൾ ചാത്തൻകുളമായാലും അതുമാതിരി കച്ചിത്തോട് ഡാം, മറ്റേ എല്ലാ കുളങ്ങളും പഞ്ചായത്ത് സംരക്ഷിക്കുന്ന ഒരു ജലാശയങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച ആ ഫണ്ട് തന്നെയാണ് PS വിനയം വെച്ചതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഭരണസമിതി ഏറ്റെടുത്തുകൊണ്ട് നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാത്തൻകുളം പണന്തമാതിരി തന്നെ ഇവിടുത്തെ നിവാസികൾക്ക് എല്ലാവർക്കും വന്നിരിക്കാനും അതുമാതിരി പ്രാഥമികമായിട്ടുള്ളൊരു എക്സസൈസ് ജിമ്മ് പോലുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നടക്കാനും സായാഹ്നങ്ങളിൽ വന്ന് വിശ്രമിക്കാനും എല്ലാം കഴിയുന്ന രീതിയിൽ ആണ് നമ്മളിപ്പോൾ ഇതിനെ വിപുലപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഫണ്ട് പോരെങ്കിൽ തന്നെ അടുത്ത ഫണ്ട് തരാമെന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കരയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ഗിരീജ, നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി KP പ്രശാന്ത്, നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ സാവിത്രി രാമചന്ദ്രൻ എല്ലാവരും ഈ ചടങ്ങിലുണ്ടായിരുന്നു. നമ്മുടെ സുകന്യ ബൈജു അധ്യക്ഷത വഹിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും കൂടിയായിട്ടുള്ള സുകന്യ ബൈജു ആണ് ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചത്. നല്ല രീതിയിൽ തന്നെ ഉദ്ഘാടന പരിപാടികൾ നടന്നു. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് നാടിന് സമർപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വാർഡ് മെമ്പറായ നിലയ്ക്ക് എനിക്ക് വലിയൊരു അഭിമാനമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഞാനിതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഈ പുഷ്പചന്ദ്രൻ്റെയും ഇവരെയും ആ ഒരു തുടർച്ച നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ദിരാ ചേച്ചിയും പുഷ്പചന്ദ്രനും PS വിനയനും സണ്ണിയും ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടതാണ് ഈ പദ്ധതിയിലെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹപ്രകാരം നടക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. പുത്തൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു.
പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിൽ എല്ലുകളുടെ തേയ്മാനം, എല്ലുകളുടെ ബലം, തേയ്മാനം മുൻകൂട്ടി കണ്ടെത്തൽ, വാദം, നാഡീസംബന്ധമായ രോഗങ്ങൾ, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, തളർച്ച, കൈക്കാൽ മരവിപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വിദഗ്ധ പരിശോധന നൽകി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഖിൽ PS, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ ലിബി വർഗീസ്, ജിനി ഷാലി തുടങ്ങിയവർ സംസാരിച്ചു. 200-ൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. അസുഖത്തിനും വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കാണുമ്പോൾ ഇത്രയധികം അസുഖമുള്ള ആൾക്കാർ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ അസുഖം നമ്മൾക്ക് ഉണ്ടെന്നുള്ളതും ആയുർവേദത്തില് നമ്മൾക്കൊരു അസുഖം വന്നാൽ അത് ചികിത്സിച്ച് മാറ്റുക എന്നതിലുപരി അത് വരാതിരിക്കുക, ഇനി അത് വരാണ്ടിരിക്കാനും കൂടിയുള്ളതാണ് ആയുർവേദം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഡോക്ടറെ, അതായത് നമ്മളുടെ ഒരു രോഗം മറ്റുള്ള ചികിത്സാ രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു രോഗം വന്നാൽ അതിന് മരുന്ന് കഴിച്ചു, അത് മാറി, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ആയുർവേദം അത് പൂർണ്ണമായും ഭേദപ്പെടുത്തി പിന്നീട് അത് വരാണ്ടിരിക്കാനുള്ള ചികിത്സയും കൂടി ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇവിടെ നിന്ന് എല്ലാവരും വന്നിരിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും നമുക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രസംഗത്തിലല്ല കാര്യം. എത്രയും പെട്ടെന്ന് എന്റെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ചികിത്സ കിട്ടണമെന്നുള്ള ആ വിശ്വാസത്തിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഓരോരുത്തരും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഇതുപോലത്തെ ക്യാമ്പുകളില് നിങ്ങൾ അസുഖമുള്ളവർ, അല്ലെങ്കിൽ എല്ലാവർക്കും അത് പങ്കെടുത്ത് സന്തോഷിപ്പിക്കണം എന്നുള്ളതല്ല, വിജയിപ്പിക്കണം എന്നുള്ളതല്ല പറയുന്നത്. അസുഖമുള്ളവരെ, അറിഞ്ഞവരും അറിയാത്തവരെ പറഞ്ഞ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് വിജയിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടറെ വളരെ ചുറുചുറുക്കുള്ള ഒരു ഡോക്ടറാണ്. ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ നമുക്ക് ഈ പഞ്ചായത്തിന് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ഡോക്ടറാണ്. ആയുർവേദത്തിൽ എന്നും തിരക്കാണ്. ഞങ്ങളിപ്പോൾ വന്ന് നോക്കിയാലും ഒരു 150-200 പേഷ്യൻസ് എന്നും ഉണ്ട്. UDF സംസ്ഥാന ചെയർമാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഫെബ്രുവരി 18-ന് സ്വീകരണ പരിപാടി സ്വാഗത സംഘ രൂപീകരണ യോഗം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. നിയോ ചെയർമാൻ NA സാബു അധ്യക്ഷനായിരുന്നു. UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA മുഖ്യാതിഥിയായിരുന്നു. CV കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. K അജിത് കുമാർ, PJ രാജു, NR സതീശൻ, PG ജയദീപ്, ജോബി ആലപ്പാട്ട്, ഗിരീഷ് കുമാർ, സുമിത ഷാജി, AJ ഷാജു, നേതാക്കളായ KD സാബു, ഗോപാലകൃഷ്ണൻ, ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവരും പങ്കെടുത്തു. 501 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇത് പ്രവർത്തനം ആരംഭിച്ചു. മണ്ഡലം സ്വാഗത സംഘ യോഗങ്ങൾ വിപുലമായി ചേരാനും തീരുമാനമെടുത്തു. ചരിത്ര പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് തട്ടകദേശമായ എങ്കക്കാട് ദേശം അണിഞ്ഞൊരുങ്ങി. 25-ന് രാവിലെ 8:30-ന് ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പന്തൽ കാൽനാട്ടൽ കർമ്മം നടക്കും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക രീതിയിൽ വിവിധ അലങ്കാരങ്ങൾ ഉൾപ്പെടുത്തിയ വൈദ്യുത അലങ്കാര പന്തൽ കൃഷ്ണൻ ആറാട്ടുപുഴയും CJ ലൈറ്റ് ആൻഡ് സൗണ്ട്, ജെൻസൺ പാവറട്ടിയുമാണ് ഒരുക്കുന്നത്. ഫെബ്രുവരി 24-നാണ് ഉത്രാളിക്കാവ് പൂരം. ഫെബ്രുവരി 18 മുതൽ 23 വരെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ഉത്സവരാവുണ്ടായിരിക്കും. 21-ന് രാത്രി 8-ന് സുവർണഗീതം ടീം സുരേഷ് നാരായൺ അവതരിപ്പിക്കുന്ന രുദ്ര സംഗീത് ഭജൻ, എങ്കക്കാട് പാലക്കൽ അമ്പലത്തിനു സമീപം ഉത്സവരാവിന്റെ മെഗാ ഷോ ഫെബ്രുവരി 19 മുതൽ 21 വരെ നടക്കും. പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും ശ്രീലയം നൃത്തസംഘം പെരിഞ്ചേരി അവതരിപ്പിക്കുന്ന വീരനാട്യവും ഹാസ്യ സംഗീത പരിപാടികളും വോയിസ് ഓഫ് കൊച്ചിൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. ദേശത്തിന്റെ തിടം പേറ്റുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. പഞ്ചവാദ്യ പ്രമാണം കുനിശ്ശേരി അനിയന്മാരാർ, പാണ്ടിമേളം മേളകുലപതി കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും. പൂരദിവസം വെടിക്കെട്ടിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയതിനാൽ ഭഗവതിപൂരം ദേശക്കാർക്ക് ആസ്വദിക്കാനാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദേശകമ്മിറ്റി പ്രസിഡന്റ് PR സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി സിജേഷ് കുമാർ, പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ്, ജനറൽ കൺവീനർ PG രവീന്ദ്രൻ, സെക്രട്ടറി PK വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എങ്കക്കാട് ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പന്തൽ കാൽനാട്ടൽ കർമ്മം 25-ാം തീയതി രാവിലെ 8:45-ന് ക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് കാൽനാട്ടൽ കർമ്മം നടക്കുക. ഇപ്രാവശ്യം എങ്കക്കാട് ദേശത്തിന്റെ പന്തലിന് വളരെ വലിയ പ്രത്യേകതയും 125 അടിയോളം ഉയരമാണ് ഇപ്രാവശ്യം ദേശത്തിന്റെ പന്തൽ. ഈ പന്തൽ ഇപ്രാവശ്യം അതിന്റെ കരാറുകാരൻ എന്ന് പറയുന്നത് ആറാട്ടുപുഴ കൃഷ്ണനും അതിന്റെ ലൈറ്റ് ചെയ്യുന്നത് ജെൻസനുമാണ്. പിന്നെ എങ്കക്കാട് ദേശം വളരെ പ്രത്യേകത, ഇത്ര കാലം ചെയ്യാൻ സാധിക്കാത്ത വലിയൊരു കാര്യം പറഞ്ഞ ഉത്സവരാവ്. എങ്കക്കാട് ദേശത്തിന്റെ ഉത്സവരാവ്
ചൊവ്വാഴ്ച തന്നെ അതിൻ്റെ ഉത്സവരാവിൻ്റെ ഉദ്ഘാടനം ഉത്രാളിക്കാവ് പറവപ്പാടിൻ്റെ സമയത്തിന് മുന്നേ ഉത്രാളിക്കാവിൽ 6 മണിക്ക് തന്നെ നിർവഹിക്കുന്നതായിരിക്കും. അത് ആവണക്കാട് കളരിയിലെ അഡ്വക്കേറ്റ് രഘുരാമ. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവം ജനുവരി 25-ന് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തൃശൂർ രാമനിലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി R. ബിന്ദു അധ്യക്ഷയാകും. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, P. ബാലചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മുരളി ചീരോത്ത് എന്നിവരും സംസാരിക്കും. 9 വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങൾ അരങ്ങേറും. മലയാളത്തിൽ നിന്നും 5 നാടകങ്ങളടക്കം 14 ഇന്ത്യൻ നാടകങ്ങളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി, കരിവള്ളൂർ മുരളി, ഡോക്ടർ അഭിലാഷ് പിള്ള, VK അനിൽകുമാർ, ജലീൽ T. കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും ബഹുമാന്യായ നമ്മുടെ ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ ഓർമ്മിപ്പിച്ചതുപോലെ സംഗീത അക്കാദമിയുടെ നിലവിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത്തെ ഇഫോക്കാണ് ഇത്. 2008-ലാണ് ഇഫോക്ക് എന്ന ഇന്ന് ലോകത്തെ തന്നെ തിയേറ്റർ ഫെസ്റ്റിവലുകളിലെ ഏതാണ്ട് 2ാമത്തേത് എന്ന് പരിഗണിക്കപ്പെടുന്ന ഈ മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അത് ഈ 18 വർഷങ്ങൾക്കിടയിൽ മഹാമാരിയുടെയും അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തത്തിന്റെയും വർഷങ്ങളിൽ
നിലച്ചു പോയതല്ലാതെ ഏറെയും കുറഞ്ഞുമായി അതിൻ്റെ വലിയ എഡിഷനുകൾ നടന്നിട്ടുണ്ട്. താരതമ്യേന വലിയൊരു എഡിഷനാണ് ഇത്തവണ നടക്കാനിരിക്കുന്നത്, 16ാമത്തെ എഡിഷൻ. തലോർ ഉണ്ണിമിശിഹ നവദേവാലയത്തിന്റെ ഉദ്ഘാടനവും സുവർണ ജൂബിലി ആരംഭവും ജനുവരി 25 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1977 ജനുവരി 23 അഭിവന്യമാർ ജോസഫ് കുണ്ടുകുളം പിതാവിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ തലോർ ഉണ്ണിമിശിഹ പള്ളിയാണ് പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയത്. വെഞ്ചിരിപ്പ് കർമ്മവും ഇടവകയുടെ സുവർണ ജൂബിലി ആരംഭവും 2026 ജനുവരി 25 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടത്തും. തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വിശുദ്ധ കുർബാനയർപ്പിക്കും. തുടർന്ന് 6 മണിക്ക് നടത്തുന്ന പൊതുസമ്മേളനവും മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി കെ രാജൻ ഇടവകയുടെ സുവർണ ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പുതുക്കാട് MLA KK രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് P വാഹിദ് IPS ദേവാലയ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇറക്കുന്ന സോവനീർ പ്രകാശനം നിർവഹിക്കും. പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി പ്രയത്നിച്ച നിർമ്മാണ കമ്മിറ്റി കൺവീനർമാരെയും മുൻ കൈക്കാരന്മാരെയും ദേവാലയ നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരെയും ആദരിക്കും. ആത്മീയ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. പള്ളി വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ, കൈക്കാരന്മാരായ സണ്ണി കാഞ്ഞാണി, ബാബുദാസ് തരകൻ, റിഫിൻ കുന്നത്ത്, ലിക്സൺ പെരിഞ്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1977 ജനുവരി 23-ാം തീയതിയാണ് ഈ ഇടവക തലൂർ സ്ഥാപിക്കപ്പെട്ടത്. അന്ന് തലൂർ സെൻറ്റർ വരെ ഒല്ലൂർ ഇടവകയുടെയും അതുപോലെ വടക്കേ വശം തലൂർ സെൻറ്ററിൻ്റെ വടക്കേ വശം പുതുക്കാട് ഇടവകയുടെയും ഭാഗമായിരുന്നു. ഒരു 100 വർഷമായി അവിടെ CMI ആശ്രമം അതുപോലെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പുതിയ ഇടവക അവിടെ സ്ഥാപിക്കുമ്പോൾ ഇടവയ്ക്ക് സ്വന്തമായിട്ട് സ്ഥലം അല്ലെങ്കിൽ സ്ഥലമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട്, കൃഷിപ്പള്ളി ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഈ ആശ്രമത്തിൻ്റെ ദേവാലയമാണ് ഇടവക പള്ളിയായിട്ട് ഉപയോഗിച്ചു പോകുന്നത്. അവർ തമ്മിലായിട്ടുള്ളൊരു എഗ്രിമെന്റ്. ഈ തൃശ്ശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വിശുദ്ധ ബലി അർപ്പിക്കുകയും തിരി തെളിയിച്ച് ജൂബിലി വർഷം ആരംഭിക്കുകയും അതിനുശേഷം പൊതുയോഗം നടത്തുകയും ചെയ്യാണ്. അതിൽ തീർച്ചയായിട്ടും അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ദേവാലയത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു. ജൂബിലിയുടെ ഉദ്ഘാടനം ശ്രീ K രാജൻ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് നടത്തുന്നത്, റവന്യൂ മന്ത്രി. പിന്നെ ഇപ്പോൾ നമുക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായിട്ടുള്ളൊരു കൺഫേം കിട്ടാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് MLA രാമചന്ദ്രൻ സോവിനീർ പ്രകാശനം ചെയ്യുന്നു. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, കൊറോണ വികാരി തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ആശംസകൾ നേരുന്നു. അഡ്വക്കേറ്റ് AD ബെന്നിക്ക് വിവേകാനന്ദ പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചു. കേരള യൂത്ത് ക്ലബ് അസോസിയേഷന്റെ വിവേകാനന്ദ പ്രതിഭാ പുരസ്കാരമാണ് അഡ്വക്കേറ്റ് AD ബെന്നിക്ക് സമർപ്പിച്ചത്. സാംസ്കാരിക രംഗത്തെയും ഇതര മേഖലകളിലെയും പ്രവർത്തന മികവ് മാനിച്ചാണ് പുരസ്കാരം. തൃശൂർ ട്രിനിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ദിശ ഹൃദയപൂർവ്വം ചടങ്ങിൽ വെച്ചാണ് തൃശൂർ MLA P ബാലചന്ദ്രൻ പുരസ്കാരം നൽകിയത്. കേരള യൂത്ത് ക്ലബ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ആട്ടൂർ അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ ഒല്ലൂർ നിയോജക മണ്ഡലം സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച UDF ജനപ്രതിനിധികളെ ആദരിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത് അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് എക്സ് MLA ഉദ്ഘാടനം ചെയ്തു. 10 വർഷമായി ജനദ്രോഹ നയങ്ങളുമായി ഭരിച്ചു മുടിച്ച LDF സർക്കാരിൽ നിന്ന് കേരളത്തെ വീണ്ടെടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതുയുഗയാത്ര നയിക്കുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നേതാക്കളായ ഷാജി കോടങ്കണ്ടത്ത്, ജോസഫ് കാരക്കട, സജീവൻ കുരീച്ചിറ, KC അഭിലാഷ്, സോമൻ കുളപ്പാറ, K ശ്രീനിവാസൻ, MU മുത്തു, ശോഭന ചന്ദ്രൻ, ആന്റോ ഇനിക്കൽ, ES അനിരുദ്ധൻ, പ്രദീപ് തുടങ്ങിയവരും നേതൃത്വം നൽകി. ശ്രീ സത്യ ശിവദാസൻ, ശ്രീ സീനിയർ മെമ്പർ ശ്രീ VA കൃഷ്ണൻ, ശ്രീ PK വിജേഷ്, ശ്രീ സൗമ്യ ബിജു, ശ്രീ പഞ്ചായത്ത് പിടിച്ചെടുത്ത
പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ബിന്ദു സേതുമാധവൻ. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ. വൈസ് പ്രസിഡന്റ് മിനി റെജി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK തിലകൻ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV മാധവൻ. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയങ്ക സനീഷ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ AM സേതുമാധവൻ. പഞ്ചായത്ത് അംഗം കേരള റവന്യൂ വില്ലേജ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ വാർഷിക സമ്മേളനം സമന്വയം 2026 ജനുവരി 22 വ്യാഴാഴ്ച 11 മണിക്ക് PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് സംഘടനയുടെ രക്ഷാധികാരി പോളി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലകളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു. 2026 കലണ്ടറും ഡയറിയും പോളി ഡേവിസിന് നൽകി പ്രസിഡന്റ് രമേശ് കുമാർ ഔദ്യോഗിക അനാച്ഛാദനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രവീൺ കുമാർ, ഖജാൻജി പ്രമോദ്, ഭാരവാഹികളായ ബിജോയ് P. ജോൺ, മുഹമ്മദ് റിയാസ്, അജ്മൽ ഖാൻ, രജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തിക LD ക്ലർക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വില്ലേജ് ഓഫീസുകളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുക, വില്ലേജ് ഓഫീസുകളിൽ ഫ്രണ്ട് ഓഫീസ് നടപ്പിലാക്കുക, HRMS മുഖേന ഓൺലൈൻ സ്ഥലമാറ്റം VFAമാർക്ക് അടിയന്തരമായി നടപ്പിലാക്കുക, 2014 മുതലുള്ള സീനിയോറിറ്റി പുനഃസ്ഥാപിക്കുക എന്നീ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ഇക്കാര്യങ്ങളിൽ എത്രയും വേഗം തീരുമാനമെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോജി സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു. ഒരിടവേള കൂടി. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. കർഷക സ്വപ്നങ്ങൾക്ക് പുതുജീവൻ പകർന്ന് കേര അഗ്രി സ്റ്റാർട്ടപ്പ് ശില്പശാല ശ്രദ്ധേയമായി. കേരളത്തിലെ കർഷകരുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രദ്ധേയമായ കാൽവെപ്പായി ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണൽ നടത്തിയ കേര അഗ്രി നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് പ്രശ്ന നിർണയ ശില്പശാല. വിഷയത്തിന്റെ വൈവിധ്യവും ആധികാരികതയും കൊണ്ട് സമ്പന്നമായ ശില്പശാല ലോകബാങ്ക് സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, ഗവേഷകർ, സംരംഭകർ, സ്റ്റാർട്ടപ്പ് ഉടമകൾ, ഉദ്യോഗസ്ഥർ എന്നിവർ നൂതന ആശയങ്ങൾ വിശദീകരിച്ചു. ഇത് പങ്കെടുത്ത കർഷക പ്രതിനിധികൾക്ക് പുതിയ പ്രത്യാശയുടെ കിരണമായി. ശില്പശാലയിൽ പങ്കെടുത്ത കർഷകർ നെല്ല്, തെങ്ങ്, വാഴ, കമുക്, സുഗന്ധവിളകൾ, ഫലവൃക്ഷങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, പുതുതലമുറ ഫലവൃക്ഷങ്ങൾ തുടങ്ങി കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, കാർഷികോൽപ്പന്ന സംഭരണം, വിളകളുടെ സംസ്കരണവും മൂല്യവർദ്ധനവും, വിപണനം, തൊഴിലാളി ക്ഷാമം, കാലാവസ്ഥാ വ്യതിയാനം, കൃത്യത കൃഷി, യന്ത്രവൽക്കരണം, കീടരോഗ നിർണയം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ പ്രധാനമായും ഉന്നയിച്ചു. ചർച്ചയിൽ ഉയർന്നുവന്ന പ്രശ്ന പരിഹാരങ്ങൾക്ക് അനുയോജ്യമായ നൂതന ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്ക് സമർപ്പിക്കാം. മികച്ച ആശയങ്ങൾ സാങ്കേതിക തികവോടെ യാഥാർത്ഥ്യമാക്കാൻ കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി ഫണ്ടിംഗ് ഉറപ്പുവരുത്തുന്നതാണ്. ചേലക്കര COA മെമ്പറും വാൻ കേബിൾ നെറ്റ്വർക്ക് പാർട്ണറുമായ റിൻസൺ വർഗീസ് നിര്യാതനായി. സംസ്കാരം ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. പൊയ്ക്കുതിരക്കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാങ്കത്തിന് ഇക്കൊല്ലം തെക്കുംകര വിഭാഗം നേതൃത്വം നൽകും. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പോളക്കുളം നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര നിർവഹിച്ചു. കർഷകരുടെ സ്വപ്നങ്ങൾക്ക് പുതുജീവൻ നൽകി കേരള അഗ്രിസാറ്റ് സ്റ്റാർട്ടപ്പ് ശില്പശാല ശ്രദ്ധേയമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.